പാചകവാതക വിലവർദ്ധനവിനെ കുറിച്ച് ശോഭാ സുരേന്ദ്രന്റെ വീഡിയോ വന്നിട്ടുണ്ട്. അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചു എന്നിരിക്കട്ടെ, അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? എനിക്കറിയില്ല. ഒരിരട്ടിയോ രണ്ടിരട്ടിയോ അല്ല, മൂന്നിരട്ടിയിലധികം വില വർദ്ധിച്ചു. ആ കാട്ടുകള്ളനെ സെക്രട്ടറി ആക്കരുതെന്ന് ഞാൻ ഒരു 1000 തവണ പറഞ്ഞാണ്, കേട്ടില്ല. അനുഭവിച്ചോ? പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? ഒരിരട്ടിയോ രണ്ടിരട്ടിയോ അല്ല, മൂന്നിരട്ടിയിലധികം വില വർദ്ധിച്ചു. അയ്യോ, ഇത് പഴയ വീഡിയോ. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, പുതിയ വീഡിയോ ഉണ്ട്. 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്. സന്മനസ്സുള്ളതുകൊണ്ട് ആ കൈമൾ സാറിന് അങ്ങനെ തോന്നിയത്. 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്. അത് ശരിയാ. പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതി ചിന്തിക്കാൻ പറ്റും. കഴിഞ്ഞ 10-11 വർഷമായി ഇങ്ങനെ ഓരോ വിലവർദ്ധനവിനും സഹിച്ചാണ് ശോഭിച്ച് ജീവിക്കുന്നത്. ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് സഹിച്ചാൽ വലിയ കുഴപ്പമില്ല. നമ്മൾ എന്തിനാ ഈ വേഷം കെട്ടണേ? നമ്മുടെ ചില പോരായ്മകളൊക്കെ പരിഹരിക്കാനല്ലേ. അതിനു മുമ്പ് വലിയ കഷ്ടമായിരുന്നു. അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇപ്പോൾ അടുക്കളയിലൊക്കെ വലിയ ഹാപ്പിയാണ്. കാരണം 5 വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ പോകുന്നത് ക്രമാനുഗതമായിട്ടുള്ള വളർച്ച തന്നെയാണ്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടേ. എന്നെ പോലെയുള്ള ഇടനിലക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇടത്തരം കുടുംബത്തിൽപ്പെട്ട കഞ്ഞി കുടിക്കാൻ ഗതി വന്നിട്ടുള്ളവർ നന്നായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചില രീതിയിലുള്ള ഇപ്പോൾ വില വർദ്ധിച്ചു. 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്. മോനെ, നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുകയാണ്. എന്താണെങ്കിലും നരേന്ദ്രമോദി ഗവൺമെന്റ് 1 രൂപ പോലും അഴിമതി നടത്തുന്നില്ല. 5 വർഷം കഴിയുമ്പോൾ അമ്മമാരൊക്കെ ത്യാഗത്തിന്റെ മൂർത്തികളായി മാറും. അവർ ആ 50 രൂപ കൊടുക്കുമ്പോഴും അവർ സന്തോഷിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയുമോ? ആഗോള വിപണിയിൽ കുറഞ്ഞാലും ഇവിടെ വില കൂട്ടുന്ന ഒരു സർക്കാരുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. 5 ലക്ഷം രൂപ ഒന്നും ഗതിയില്ലാത്തവന് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കിട്ടുന്ന പദ്ധതി ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളുടെയും പേര് ചേർത്തൊരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ വിഷമം ഉണ്ടാവാതെ നോക്കാം. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമായ സാഹചര്യത്തിൽ ഈ പണം കിട്ടുന്നത് പാവങ്ങൾക്ക് തന്നെയാണ്. എന്നെ പോലെയുള്ള ഇടനിലക്കാരോ ഇതൊക്കെ ഇങ്ങനെ തുറന്ന് സംസാരിക്കാമോ? 50 രൂപ വർദ്ധിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അമ്മമാർ പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി സഹിക്കുകയാണ്. രാജ്യം വളർന്ന ഒരു നിലയിലെത്തുന്നതുവരെ അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത് ശോഭജി. നേരം വിളിക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലും